ഗിരീഷ് ഷെഡി ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകുതിപ്പ് തുടരുകയാണ്. നിവിൻ പോളിയും മമത ബൈജുവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഏജ് ഗ്യാപ്പ് റൊമാൻസിനെ ഒരുക്കിയതാണ്. ജസ്റ്റിനായി നിവിൻ പോളിയും ആഷ്ലിയായി മമതയും വേഷമിടുന്നു. ഇപ്പോഴത്തെ അവതാരികയായ ധന്മാവർമ്മ പങ്കുവച്ച ഒരു പോസ്റ്റാണ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി മാറുന്നത്. ബദൽഹേമിലെ കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രായവ്യത്യാസം നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്ന ചോദ്യത്തിനാണ് ധന്യവർമ്മ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിൽ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഒരു പ്രായം കൂടിയ സ്ത്രീയും മമതയുടെ സ്ഥാനത്ത് പ്രായം കുറഞ്ഞ ഒരു യുവാവുമായിരുന്നെങ്കിൽ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ മാറിപ്പോകില്ലേ എന്നും ധന്യ കുറിക്കുന്നു. നിവിൻ പോളിക്ക് പകരം മഞ്ജു വാര്യരും നവ്യ നായർ, പൂർണിമ, ആശാ ശരത്ത് തുടങ്ങിയവരിൽ ആരെങ്കിലും എത്തിയാലോ? മമതയുടെ സ്ഥാനത്ത് റോഷൻ, ഷൈൻ നിഗം, അർജുൻ അശോകൻ, ആസിഫ് അലി അല്ലെങ്കിൽ നസ്ലിനോ മാത്യു തുടങ്ങിയവരുമായി കാസ്റ്റാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പോസ്റ്റിൽ ചോദിക്കുന്നു. ബെത്ലഹേമിലെ കോംബോയെ പോലെ അത്രയും മനോഹരമായി ചെയ്താലും നമ്മുടെ സമൂഹവും സംസ്കാരവും ആ സിനിമയെ പൊതുവെ അംഗീകരിക്കാനോ എന്ന പ്രസക്തികമായ ചോദ്യമാണ് ധന്യ ഉയർത്തുന്നത്. ആ സിനിമയെ പരിഹസിക്കപ്പെടുന്നത് ഉറപ്പാണെന്നും ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ സ്ലട്ട് ഷെയ്മിംഗ് ഇരയാകുമെന്നും അവർ പറഞ്ഞു. ബെത്ലഹേം കുടുംബ യൂണിറ്റ് റോൾ മാറിയിരുന്നെങ്കിൽ, അതായത് സ്ത്രീക്ക് കൂടുതൽ പ്രായമുണ്ടായിരിക്കുകയും സിനിമയിലെ നിവിൻ പോളിയെ അവർ അത്രയും ആകർഷണമായിരിക്കുകയും ചെയ്താലും നമ്മുടെ സമൂഹവും സംസ്കാരം ആ സിനിമയെ പൊതുവെ അംഗീകരിക്കാനോ ആ സിനിമ പരിഹരിക്കപ്പെടുവാനോ തള്ളിക്കറയപ്പെടുകയോ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്.